എന്നെ നിർബന്ധിക്കരുതമ്മാമേ, ഇത് നടക്കില്ല. എന്റെ സ്റ്റാറ്റസിന് ചേർന്ന ബദ്ധമല്ലിത്. ദേവൻ ചീറികൊണ്ട് വിനോദിനോട് പറഞ്ഞു. കേട്ടുനിന്നവർ ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ചു. എന്തൊക്കെയാ ദേവാ ഈ പറയണേ? മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണോ? നിന്റെ ഈ പിടിവാശി. വിളിച്ചുകൂട്ടിയ ആളുകളെല്ലാം എത്തി. അവരോടൊക്കെ ഞാനിനി എന്തു പറയും? രണ്ട് കൈയും അവനോട് തോഴുന്ന രീതിയിൽ കെണുകൊണ്ട് അയാൾ വിങ്ങിപ്പൊട്ടി. ഞാൻ അറിയാതെ ഉറപ്പിച്ചത് അല്ലേ എല്ലാം. അതുകൊണ്ട് ആളുകളോട് എന്ത് പറയണമെന്ന് അമ്മാമ്മ തന്നെ തീരുമാനിച്ചോ? എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. എന്തു ചെയ്യണമെന്നറിയാതെ വിനോദ് തലയിൽ കൈയുമൂന്നി നിർവികാര്യത്തോടെ ഇരുന്നു. കല്യാണ സദസ്സിലെ ശബ്ദകോലാഹലങ്ങൾ കേട്ടുകൊണ്ട് മഹിള തന്റെ സഹോദരനായ വിനോദിന്റെ അടുത്തേക്ക് വന്നു. എന്താ ഏട്ടാ ഒരു ബഹളം? നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളാൽ അയാൾ അവളെ നോക്കി. ഈ കല്യാണം നടക്കില്ല മഹി. ഇടറി ശബ്ദത്തോടെ അയാൾ അത് പറഞ്ഞതും അവളിൽ ഒരു ഞെട്ടലുണ്ടായി. എന്താ ഏട്ടാ ഈ പറയണേ? പെണ്ണവിടെ ഒരുങ്ങിയിറങ്ങാൻ നിൽക്കുമ്പോഴാണോ ഏട്ടനിങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് മഹി. എന്റെ കുട്ടിയുടെ മംഗല്യം ഇന്നിവിടെ നടക്കില്ല. ദേവൻ വൈദുന്റെ കഴുത്തിൽ താലി ചാർത്തില്ല. ഒരു പൊട്ടിക്കരച്ചിലോടെ അയാൾ പറഞ്ഞു. തലക്കടിച്ചുകൊണ്ടിരുന്നു. മഹിള ദേവന്റെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയാ ദേവാ ഈ പറയുന്നത്? നീ വൈദുനെ സ്വീകരിക്കില്ലേ? ഇല്ല, എനിക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ല. ഉറച്ച തീരുമാനത്തോടെ ദേവൻ പറഞ്ഞതും പതിഞ്ഞ ശബ്ദത്തോടെ ഒരു തേങ്ങൽ അവിടെ മാക്കി നിറഞ്ഞു. അവരെ പുറകിൽ വാപൊത്തിക്കരയുന്ന വൈദികയെ കണ്ടപ്പോൾ മഹിള അവളെ അടുത്തേക്ക് ഓട്ടി ചെന്ന് ചേർത്ത് നിർത്തി. അമ്മയില്ലാത്ത മകൾക്ക് അതൊരു ആശ്വാസമായിരുന്നു. ഒഴുകിവന്ന കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ ദേവന്റെ അടുത്തേക്ക് ചെന്നു. ദേവേട്ടൻ എന്നെ വേണ്ടേ? ഹേ, അത്രയ്ക്ക് വെറുക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തേ? പറ. ഈ മനസ്സിൽ എന്നോടിത്ര ദേഷ്യം തോന്നാൻ എന്താ കാരണം? ഹേ, പറയാൻ. ഒരു പൊട്ടിത്തെറിയോടെ അവൾ ദേവന്റെ ഷർട്ട് പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ചുറ്റിലും കൂടി നിന്നവർ ഓരോ മുറുമുറുക്കുകൾ പറയാൻ തുടങ്ങിയിരുന്നു. ദേവൻ അവളെ കൈ ബലപൂർവ്വം എടുത്തുമാറ്റി പുറകിലേക്ക് തള്ളി. അവളെ ഒരു രോക്ഷത്തോടെ നോക്കി ആൾക്കൂട്ടത്തിൽ നിന്നു ഒരു മോഡേണായ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് വൈദികയുടെ മുന്നിൽ നിർത്തി. ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. എന്റെ അഭിമാനത്തിനും നിലയ്ക്കും വിലയ്ക്കും ഒത്ത പെണ്ണ്. പിന്നെ പണ്ട് നിന്നോട് അറിവില്ലാത്ത പ്രായത്തിൽ വല്ല ഇഷ്ടവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ കണക്കിനെടുത്താൽ മതി. അല്ലാതെ മുറപ്പെണ്ണ് എന്ന സ്ഥാനം വെച്ച് കേട്ടില്ലമ്മ ചമയാൻ. ഈ കോമാളിവേഷം കേട്ടുണ്ടായിരുന്നു. അല്ലേലും മാനസ് അടുത്തു കൂടെ പോയിട്ടില്ലല്ലോ. കൃത്രിമച്ചിരിയുള്ള മുഖം പറഞ്ഞു തീരും മുൻപേ അവന്റെ കരണത്ത് മഹിളയുടെ കൈ പതിഞ്ഞിരുന്നു. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.